അശ്വമലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും വിനീതമായിട്ട് നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അഗത്യത്തറ കളരിക്കൽ, പാലക്കാട്. 2025 ഈ വർഷം മീനം രാശിക്കാർക്ക് പൂരുട്ടാരുടെ കാൽഭാഗവും ഉത്രട്ടാതി രേവതിയും അടങ്ങുന്ന മീനക്കൂറുകാർക്ക് ഈ വർഷം കർമ്മമേഖലയായിട്ട് ബന്ധപ്പെട്ട 10ാം ഭാവം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ നമുക്ക് ഈ വീഡിയോ വിശദാംശങ്ങളായിട്ട് പറയുന്നത്. ഈ വർഷം എല്ലാ വീഡിയോയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വരും കാലത്ത് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വർഷം ജോബ്, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള, കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെയാണ് ഗുണദോഷങ്ങൾ സംഭവിക്കുക എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. മീനൻ രാശിക്കാർക്ക് ഈ വർഷം പല വിധത്തിലുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാവാൻ സാധ്യതയുള്ളൊരു വർഷമായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. നമുക്കറിയാമല്ലോ, മാർച്ച് 29 വരുന്ന ശനിമാറ്റം, അത് കഴിഞ്ഞ് വരുന്ന രാഹുകേതുക്കുള്ളതായിട്ടുള്ള മാറ്റം, അതുപോലെ വ്യാഴമാറ്റം ഒക്കെ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കാലഘട്ടങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ പോകേണ്ട കാര്യമില്ല. കുറച്ച് എല്ലാത്തിനും ഒരു വേഗത കുറച്ച് എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് ശ്രദ്ധയും കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു വർഷമായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുമെങ്കിലും, പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യുമെങ്കിലും ചിലപ്പോൾ അത് നടക്കണമെന്നില്ല. എല്ലാത്തിനും വളരെയധികം ഡിലേ വരാനുള്ള സാധ്യതയും അതിൻ്റെതായിട്ടുള്ള ഈ ഓവർ തിങ്കിങ് വരാനുള്ള സാധ്യതയും ഒരുപാട് നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വർഷമായിരിക്കും പ്രത്യേകിച്ച് പറയുന്നു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അധികം വരാനും അതിനനുസരിച്ച് തക്കതായിട്ട് പ്രോഫിറ്റുകൾ കിട്ടണമെങ്കിൽ കുറെ കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വരില്ല എന്നുള്ളതല്ല, പക്ഷേ എല്ലാത്തിനും ഡിലേ പ്രതീക്ഷിക്കാം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ശ്രദ്ധയും കരുതലോടുകൂടി ഈ കർമ്മദോഷങ്ങളെ മറികടന്ന് നമ്മൾ മുന്നോട്ട് പോകുന്ന പക്ഷം തീർച്ചയായിട്ടും എല്ലാം ഒന്ന് ബാലൻസ്ഡ് ആവാൻ സാധിക്കും എന്ന് പറയുന്നു. വലിയ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വർഷമല്ല വരുന്നത്, പക്ഷെ എല്ലാത്തിനും നല്ല ശ്രദ്ധ വേണം. നമ്മുടെ ഫോക്കസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാനെ കൊണ്ട് സാധിക്കും. നമ്മൾ ഓരോ മേഖലയിലും അതിൻ്റെതായിട്ടൊരു പൾസർ നമുക്കറിയാമല്ലോ, ഏതാണ് അത്. ആ പൾസർ അറിഞ്ഞ് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. ഇതുവരെ നമ്മൾ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോയി, അതല്ലെങ്കിൽ ഒരു ഒഴുക്കൻ മട്ടിൽ കാര്യങ്ങളെല്ലാം ചെയ്തു പോയി, നോർമലി നമ്മൾ ചെയ്തു വന്നു എന്നുള്ള അവസ്ഥകളിൽ നിന്ന് മാറി കുറച്ചധികം പ്ലാനിങ്ങും കുറച്ചധികം ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും, ചില കാര്യങ്ങൾ പൾസറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും, സഡനായിട്ടുള്ള ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് എല്ലാവരും ക്വിക്ക് ആക്ഷനൊക്കെ വേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെതായിട്ട് സമയബന്ധിതമായിട്ട് നമ്മൾ ചെയ്തു തീർക്കാനെക്കൊണ്ട് ശ്രമിക്കുക. എല്ലാത്തിനും വളരെ വേഗതയോടുകൂടി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. കുറച്ച് മനസ്സിനെയും ശരീരത്തെയും കൺട്രോൾ ചെയ്യുക, ഇമോഷനെ ബാലൻസ് ചെയ്യുക. ഓവർ എക്സൈറ്റ്മെന്റിൽ ഇരിക്കുന്നത് നല്ലതല്ല. ഓരോന്നും നമ്മൾ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ വരുമ്പോൾ നമ്മൾ കാത്തിരിക്കും. അതൊക്കെ വളരെയധികം സൂക്ഷിക്കണമെന്ന് പ്രത്യേകിച്ച് പറയുന്നു. അപ്പോൾ ഈ വർഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രത്യേകിച്ച് കാര്യങ്ങൾ എന്തൊക്കെ എന്ന് നമ്മൾ കണക്കാക്കുമ്പോൾ, ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് വ്യക്തികൾക്ക് കുറച്ചധികം ഒരു പ്രവൃത്തി പരിചയം നമുക്ക് വേണ്ടി വരും എന്ന് പറയാം. കുറച്ച് എക്സ്പീരിയൻസ് നമുക്ക് ഈ സമയത്ത് വേണ്ടി വരാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം നമുക്ക് ഈ പല കാര്യങ്ങളും മാറി മറിയുന്നത് കൊണ്ടും പുതിയ പുതിയ കാര്യങ്ങളുടേതായിട്ടുള്ള ഒരു വരവും സയൻസും ടെക്നോളജിയൊക്കെ മാറി വരുന്ന ഒരു കാലഘട്ടങ്ങളും, പ്രത്യേകിച്ച് AI സാങ്കേതിക വിദ്യയുടെയൊക്കെ വരവും ഒക്കെ കൂടുതൽ നമുക്ക് എക്സ്പീരിയൻസിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഈ വർഷം എല്ലാം നമുക്കൊരു ലേണിംഗ് പാത്ത് കൂടുതലായിരിക്കും എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാനും അതിനുവേണ്ടി നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാനും പഠിക്കാനാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് പറയുന്നത്. കാര്യഗൗരവങ്ങളെ നമ്മൾ മനസ്സിലാക്കി അതിൻ്റെതായിട്ടുള്ള രീതിക്ക് മാറ്റങ്ങൾ വരുത്താനെ കൂടി ശ്രമിച്ച് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാത്ത പക്ഷം നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല, വലിയ മാറ്റങ്ങൾക്ക് വിധേയമാവാൻ സാധിക്കില്ല എന്ന് പ്രത്യേകിച്ച് പറയുന്നു. വളരെയധികം പ്ലാൻ ചെയ്യണം, വളരെയധികം കാര്യങ്ങൾ നമ്മൾ ക്രോഡീകരിച്ച് മുന്നോട്ട് പോകണം. ഒരുപാട് വ്യക്തികളുടെ സഹായം നമുക്ക് ഈ സമയം ആവശ്യമായിരിക്കും. പക്ഷേ പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങൾ തീർച്ചയായിട്ടും പരാജയപ്പെടാനുള്ള സാധ്യതയാണ് ഈ വർഷം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ജോലി കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു സേഫ് സോണിൽ എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ വലിയ നഷ്ടങ്ങളോ പരാജയങ്ങളോ വരാനുള്ള സാധ്യതയില്ല. കാരണം പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് പറ്റുന്ന ഒരു സമയമല്ല ഈ ഒരു കാലഘട്ടം എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് നഷ്ടത്തിലേക്കോ പരാജയത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കുമെന്ന് പ്രത്യേകിച്ച് കാണുന്നു. സ്വന്തമായിട്ട് ബിസിനസ്സോ മറ്റോ കാര്യങ്ങൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ നമ്മൾ ഇതുപോലെ തന്നെ കാലാനുസൃതമായിട്ട് മാറ്റങ്ങൾക്ക് വിധേയമാക്കുക. നമ്മൾ ഗ്രോ ചെയ്യുന്നതനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ കാര്യങ്ങളും മതിയാവും.
പക്ഷേ എല്ലാത്തിനും നേരത്തെ പറഞ്ഞ പോലെ ബില്ലൊക്കെ പാസ്സായിട്ട് വരാനും അതിന് പ്രോഫിറ്റ് സൈഡ് നോക്കുമ്പോൾ അത്രയ്ക്കൊരു പെർസെൻറ്റേജ് നമുക്ക് ഉണ്ടാവില്ല എന്ന് നമുക്ക് ആ ഒരു സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്, വെറുതെ ഇരിക്കാനും പറ്റില്ല എന്നുള്ളൊരു സാഹചര്യമായിരിക്കും കാണുക. അപ്പോൾ ഈ വർഷം വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ നമ്മൾ മനസ്സ് വെച്ച് കൂടുതൽ നമ്മൾ പ്ലാനിങ്ങുകളെല്ലാം നടത്തി കൂടുതൽ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിച്ച് അത് പുതിയ സാഹചര്യങ്ങളുമായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. എങ്കിൽ മാത്രമാണ് അവിടെ വിജയിക്കാൻ സാധിക്കുക എന്നുള്ളത് പറയുന്നു. അപ്പോൾ ടോട്ടൽ ചേഞ്ചാണ് വരുന്നത്. ഈ ശനിയുടെയൊക്കെ അവസ്ഥ വരുന്നത് ടോട്ടലി നമ്മളെ ചേഞ്ച് ചെയ്യിക്കും. നമ്മൾ കംഫർട്ട് സോണിൽ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ കംഫർട്ട് സോണൊക്കെ ഉടച്ചിട്ട് അതിന് പുറത്തു വരാനുള്ള സഹായിക്കുകയാണ് ശനി. അപ്പോൾ ചേഞ്ച് അവറാണ് സിറ്റുവേഷൻസ് എന്നാണ് പറയുന്നത്. എന്തൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാണ്ടതൊക്കെ ചേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. അത് നിലവിൽ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ചെയ്തു പോകുന്നതായിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് തുറന്നു പോകുന്നതായിട്ടുള്ള ജോബ്, അതുപോലെ തുറന്ന് ചെയ്യുന്നതായിട്ടുള്ള ബിസിനസ്സുകൾ, മറ്റ് കാര്യങ്ങൾ, ഇതൊക്കെ എല്ലാം നമ്മൾ ചേഞ്ചിങ്ങിൻ്റെ ഒരു സമയമായിട്ടാണ് പറയുന്നത്. ജോലി മാറ്റം ആവശ്യമാണെങ്കിൽ ജോലി മാറുക, സ്ഥലം മാറി പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സ്ഥലം മാറുക, ട്രാൻസ്ഫറൊക്കെ ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ട്രാൻസ്ഫറൊക്കെ വാങ്ങി നമ്മളിപ്പോൾ വേറെ സ്ഥലത്ത് പോകേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്കുകൾ ഉണ്ടാവുക. ഇല്ലെങ്കിൽ വളരെയധികം പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങളും കലഹങ്ങളും കർമ്മമേഖലയിൽ ഒഴിവാക്കണം. കൊടുക്കൽ വാങ്ങലുകളിൽ കൃത്യനിഷ്ഠ വേണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ഒരുപാട് കടം എടുക്കുന്നതും ഈ സമയത്ത് നല്ലതല്ല. അതുപോലെ തന്നെ ഒരുപാട് കടം എടുത്ത് നമ്മൾ ബിസിനസ് ചെയ്യുന്നതും നല്ലതല്ല. ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ ചെയ്യുന്നതായിട്ട് വ്യക്തികൾ അവരുടെ കയ്യിൽ ഇപ്പോൾ പണം ഉണ്ടെങ്കിലും ഇപ്പോൾ ലോണൊന്നും ആവശ്യമില്ല എങ്കിലും പകുതിയെങ്കിലും നമ്മൾ ലോൺ എടുത്ത് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് പറയുന്നു. കാരണം മുഴുവൻ കാശും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ പ്രത്യേകിച്ച് കറണ്ട് അക്കൗണ്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടൊരു സമയമാണ് ബിസിനസ് മേഖലയിൽ. അതല്ലാത്ത പക്ഷം വലിയ പരാജയത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമുക്ക് റോളിംഗ് റൊട്ടേഷൻ ഒന്നും ശരിയായി എന്ന് വരില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ കുറച്ചെങ്കിലും നമ്മൾ ലയബിലിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരി നമ്മളെ കൂടുതൽ ബാധിക്കില്ല എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയും. അപ്പോൾ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അല്പമെങ്കിലും നമുക്ക് ഈ ദുർവ്യയം പറയുന്നത് അനാവശ്യ ചെലവുകൾ വരും എന്നുള്ളതാണ്. അപ്പോൾ മാസം ഒരു ഇൻകം വരുമ്പോഴേക്കും ചിലപ്പോൾ അതിന് ഇരട്ടി ചെലവുകൾ നമ്മളുടെ മുമ്പിൽ കാത്തു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടുകൾ, മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർക്കും. ഇത്ര സമ്പാദിച്ചാലും കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ളതായിട്ട് സ്ഥിതിവിശേഷം വരും. പക്ഷെ എത്ര കൺട്രോൾ ചെയ്താലും നമുക്കത് നിയന്ത്രിക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്തെങ്കിലും വാങ്ങുന്ന പക്ഷം ഇപ്പോൾ സ്ഥലം വാങ്ങിക്കാം, വീട് കെട്ടാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അത് അല്പം ലോണെങ്കിലൊക്കെ എടുത്ത് കുറച്ച് ലെവലിറ്റി, വലിയ ലെവലിറ്റിക്ക് നമ്മൾ പോകരുത്, കുറച്ച് ലോണൊക്കെ എടുത്ത് ചെയ്യുന്നത് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു കാര്യങ്ങൾ നന്നാക്കി ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ ശരി വല്ലാതെ നമ്മളെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ ശരി നോർമലി നമുക്ക് ലയബിലിറ്റി ഉണ്ടാക്കി തരും നഷ്ടപ്പെടുത്തിയിട്ട്. അത് സൂക്ഷിക്കണം. അതുപോലെ ഇപ്പോൾ ലോൺ എടുത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ട് വ്യക്തികൾ നമ്മുടെ മാസം നമുക്ക് എത്ര ഇൻകം വരും എന്നൊക്കെ നമ്മൾ കൂടുതൽ പ്രതീക്ഷകൾ വെച്ച് നമ്മൾ തുടങ്ങരുത്. കാരണം നമുക്ക് EMI ഒക്കെ വളരെയധികം പ്രശ്നമായിട്ട് വരുന്ന ഒരു വർഷമായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ലോൺ എടുക്കാൻ ശ്രമിക്കരുത്. കുറച്ചെന്തെങ്കിലും ലോൺ എടുത്തിട്ട് ബിസിനസ് കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്ന് വരുന്ന ലാഭത്തിനനുസരിച്ചിട്ടും ഡെവലപ്മെന്റ്സിനനുസരിച്ചിട്ടും നമ്മൾ പതുക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത പക്ഷം പെട്ടെന്ന് മുക്കുകുത്തി താഴേക്ക് വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നല്ല ശ്രദ്ധയും കരുതലും വേണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ എല്ലാത്തിനും നമുക്കിവിടെ കണ്ണും കാതും തുറന്നിരിക്കണം. രാഹു 12ലേക്ക് പോകുന്നൊരു സമയമാണ്. അപ്പോൾ പ്രത്യേകിച്ച് അവിടെ എന്തെങ്കിലുമൊക്കെ പലതരത്തിലുള്ള നഷ്ടങ്ങളോ പരാജയങ്ങളോ ചീറ്റിങ്ങളോ ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതായത് കർമ്മമേഖലയിൽ നമ്മൾ കാണാത്ത മറഞ്ഞു കിടക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ്. ചിലപ്പോൾ കുറച്ചു കാലങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അവിടെ എന്തെങ്കിലും ഒരു തകരാറ് നടക്കുന്നുണ്ട് എന്നുള്ളത്. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ഒരു വ്യക്തികളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലോ എന്തെങ്കിലും ഒരു കഴിഞ്ഞ കാലത്ത് നമ്മൾ കാണാതെ പോയ പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ഈ വർഷം വരുമെന്നാണ് പറയുന്നത്. അപ്പം അത് നമ്മളെ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കി തീർക്കും, വളരെയധികം മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർക്കും. അതിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് പോകേണ്ടതായിട്ടുള്ള സാഹചര്യം ഈ വർഷം ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പോൾ അതിനെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ അവരുടെ ജാതകം കൂടെയൊക്കെ പരിശോധിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുതിയ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങുന്നവർ, പുതിയ ജോലിക്ക് പുതിയ ബിസിനസ്സോ മേഖലയ്ക്കായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങുന്നവർ അവരവരുടെ ജാതകത്തിൽ അതിന് പറ്റിയ സമയമാണോ, മീൻസ് ഇപ്പോൾ ഒരു നല്ല കാര്യം തുടങ്ങാൻ പറ്റിയ സമയമാണോ, വിജയപ്രദമായിട്ട് വരുമോ എന്ന് നമ്മൾ നോക്കണം. അതേപോലെ നമ്മൾ ഇറങ്ങുന്ന തൊഴിൽ നമുക്ക് അർഹതപ്പെട്ടതായിട്ട് മേഖലയിൽ തന്നെയാണോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോരുത്തർക്കും പ്രവൃത്തി മേഖല ഡിഫറൻ്റ് ആയിരിക്കും. എല്ലാവർക്കും ഒരേ തൊഴിൽ ചെയ്യാനായിക്കൊണ്ട് സാധിക്കില്ല, ഒരേ തൊഴിൽ മേഖല ശോഭിക്കാൻ സാധിക്കില്ല.
നമുക്ക് അർഹതപ്പെട്ട തൊഴിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് പൂർവ്വകർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് ജാതകം നമ്മളെ സൂചിപ്പിക്കുക. അപ്പോൾ നമുക്ക് പറഞ്ഞ ചില വ്യക്തികൾക്ക് ചില തൊഴിലുകൾ വ്യത്യസ്തമായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. എല്ലാവർക്കും എല്ലാ തൊഴിൽ മേഖലയും ശോഭിക്കാൻ സാധിക്കില്ല. അപ്പോൾ അവരവരുടെ തൊഴിൽ കണ്ടെത്തി അത് മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക. ഒരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങി അത് പൂർണ്ണമായിട്ടും കുറച്ച് കാലം നമ്മൾ തുടർന്ന് ചെയ്തു പോയ ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുക. ഒരേ സമയത്ത് 2-3 കാര്യങ്ങളൊക്കെ ഈ പല മോട്ടിവേഷനിലും നമുക്ക് തരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആവേശം വന്ന് കേട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഇപ്പം അങ്ങോട്ട് ചെയ്ത് ബിസിനസ്സൊക്കെ നന്നാക്കി എടുക്കാം എന്ന് പറഞ്ഞിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫലങ്ങളൊക്കെ വിപരീതമായിരിക്കും. അതായത് എല്ലാവരും നമ്മൾ അറിവുകൾ ശേഖരിക്കുക, ശരിയായിട്ടൊരു സമയ സന്ദർഭങ്ങൾ തിരഞ്ഞെടുക്കുക, ശരിയായിട്ടൊരു തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുക, അതിനനുസരിച്ചിട്ട് ഒരു നല്ല സമയങ്ങൾക്കനുസരിച്ചിട്ട് നല്ല പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോവുക. അങ്ങനെ പോകുന്ന വർഷം അതുപോലെ തന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാതിരിക്കുക, ചെറിയ രീതിയിൽ മുന്നോട്ട് പോവുക. പ്രോഫിറ്റ് കുറവാണെങ്കിലും നമ്മളത് മുന്നോട്ടൊരു തൊഴിൽ എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് പോകാനെ കൊണ്ട് ശ്രമിക്കുക. അത്യാവേശം നല്ലതല്ല, ആർഭാടങ്ങൾ നല്ലതല്ല എന്നുള്ളത് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ എല്ലാത്തിനും ഒരു കൺട്രോൾ വേണം, ഒരു സെൽഫ് കൺട്രോൾ വേണം. എങ്കിൽ മാത്രമാണ് തൊഴിൽ മേഖല ശോഭിച്ചു പോവുക എന്ന് പ്രത്യേകം ഈ വർഷം നമുക്ക് സൂചിപ്പിക്കുന്നുണ്ട്. കാർഷിക മേഖലയിലൊക്കെ തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ അവിടെയൊക്കെ ലാഭങ്ങൾ കുറയുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാവും. മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കരുത്. ഷെയർ മാർക്കറ്റിലൊന്നും ഈ സമയത്ത് നിക്ഷേപിക്കുന്നത് നല്ലതല്ല. ഇതൊക്കെ വളരെയധികം സൂക്ഷിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ, പല പരീക്ഷണങ്ങൾക്കും വിധേയമാകും. അപ്പോൾ നല്ല മനോധൈര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കുക. എല്ലാം വളരെ പോസിറ്റീവായിട്ട് നടക്കണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ കുറവുകളും ഉണ്ടാവാം. പക്ഷെ അതിനെ നമ്മൾ ഫേസ് ചെയ്യുക, എന്നിട്ട് തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ഈ വർഷം നമുക്ക് സൂചിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ ഈ മീനക്കൂറുകാർക്ക് ഈ വർഷം ഏതൊക്കെ മേഖലയിലാണ് അഭിവൃദ്ധി വരാനുള്ള സാധ്യത എന്ന് നമ്മൾക്ക് ഒന്ന് പരിശോധിക്കുകയാണ്. പ്രത്യേകിച്ച് അധ്യാപനം മുതലായിട്ട് മേഖലകൾ വളരെയധികം ശോഭിക്കാനുള്ള സാധ്യതയുണ്ട്. ടീച്ചിങ് ഫീൽഡ് വളരെ നന്നാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് സാങ്കേതികമായിട്ടുള്ള മാറ്റങ്ങൾക്കൊക്കെ വിധേയമാകും. ഒരുപാട് തൊഴിൽ അവസരങ്ങളൊക്കെ ഈ വർഷം ഉണ്ടാവാനുള്ള സാധ്യത പറയുന്നു. പഠനപാഠങ്ങൾ പഠിപ്പിക്കുക മുതലായിട്ട് മേഖലകളായിട്ട് ബന്ധപ്പെട്ട, അപ്പോൾ തീർച്ചയായിട്ടും പ്രൊഫഷണൽ കോളേജുകൾ, അതുപോലെ തന്നെ മറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, സ്കൂൾ കോളേജുകളിലൊക്കെ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികൾ, പ്രത്യേകിച്ച് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കാര്യമാത്രമായിട്ടുള്ള പ്രവൃത്തി വിജയങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ, നല്ല റിസൾട്ടുകളും പ്രതീക്ഷിക്കാം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അതേപോലെ തന്നെ പുരോഗതി വൃത്തിയൊക്കെ ചെയ്യുന്ന മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാവാം, പൂജാരിമാരാവാം, തന്ത്രി വിഭാഗങ്ങളാവാം, അതുപോലെ തന്നെ മന്ത്രതന്ത്രം മുതലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികൾ, അവർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു നല്ല ഒരു അഭിവൃദ്ധിയും അതേപോലെ തന്നെ അർഹിക്കുന്ന ഒരു പരിഗണനയും മതിപ്പും ഒക്കെ സമൂഹത്തിൽ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് പ്രവൃത്തി മണ്ഡലത്തിൽ ഗുണം ചെയ്യും. പ്രത്യേകം ഒരു കാര്യം, വല്ലാതെ ഒരു സ്പിരിച്വലി നമുക്ക് കണക്റ്റഡ് ആവാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഈ വർഷം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും നല്ല ഉന്നതി ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അതേപോലെ ഗണിത മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മാത്സ്, സയൻസ് വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളൊക്കെ വളരെയധികം ശോഭിക്കാൻ സാധ്യത കാണുന്നു. ജ്യോതിഷം, തച്ചുശാസ്ത്രം, വാസ്തുശാസ്ത്രം, അതുപോലെ തന്നെ ഈ തന്ത്രം മുതലായിട്ട് കാര്യങ്ങളും, അതേപോലെ സിനിമാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നതായിട്ട് വ്യക്തികൾ, എഴുത്തുകാർ, അത് കലാ സാംസ്കാരിക മേഖലയായിട്ട് ബന്ധപ്പെട്ട ചെയ്യുന്നതായിട്ട് വ്യക്തികൾ, ഇവർക്കൊക്കെ കൂടുതലൊരു പ്രാധാന്യം പ്രത്യേകിച്ച് വരികയാണ്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മേഖലകളൊക്കെ വളരെയധികം ശോഭിക്കുക. ടെക്നോളജി ബേസ് ആയിട്ടുള്ള അറിവുകൾ, IT റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകൾ, AI ടെക്നോളജി മുതലായിട്ടുള്ള മേഖലകൾ, എഡിറ്റിങ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ മുതലായിട്ടുള്ള മേഖലകൾ, സിനിമാ രംഗവുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്നതായിട്ട് വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നല്ല ഒരു അഭിവൃദ്ധിയുള്ള ഒരു സമയമായിട്ട് പ്രത്യേകിച്ച് കാണുന്നു. സൗണ്ട് എഞ്ചിനീയറിംഗ് മുതലായിട്ടുള്ള മേഖലകൾ, ഡിസൈനിങ് മേഖലകൾ, ആനിമേഷൻ വർക്കുകൾ, അതുപോലെ തന്നെ മറ്റ് ഇന്റീരിയറായിട്ട് ബന്ധപ്പെട്ട മേഖലകളായിട്ട് ബന്ധപ്പെട്ട ഡിസൈനിങ്, ആർക്കിടെക്ട് രംഗത്ത് പ്രവർത്തിക്കുന്നതായിട്ട് വ്യക്തികൾ, ഇതൊക്കെ വളരെയധികം ശോഭിക്കാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നു. അവിടെയൊക്കെ നല്ല അഭിവൃദ്ധികൾ ഉണ്ടാവും എന്നാണ്, പ്രത്യേകിച്ച് ലാഭകരമായിരിക്കും മേഖലകൾ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആ മേഖലയിൽ കൂടുതൽ അത്വാധ്വാനം വേണ്ടിവരുന്ന ഒരു കാര്യമാണ്, എങ്കിൽ മാത്രമാണ് റിസൾട്ടുകൾ വരിക എന്നുള്ളത് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അത്തരം മേഖലകളിലൊക്കെ യൂത്തിൻ്റെതായിട്ടൊരു സാന്നിധ്യം ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ യുവാക്കൾക്ക് ഒരുപാട് അവസരങ്ങൾ ആ മേഖലയിൽ ഉണ്ടാവും എന്നുള്ള സൂചന കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ പത്രപ്രവർത്തന മേഖല, ചാനൽ മുതലായിട്ടുള്ള മേഖല, ജേർണലിസം, പ്രസ്, എഴുത്ത് ജോലികൾ, ഗണിത കാര്യങ്ങൾ, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ കൈകാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല സമയമാണ്. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വർഷം അനുകൂലമാണ്. കാരണം ഏഴരശനിയൊക്കെ വരുമ്പോൾ
പ്രത്യേകിച്ച് കണ്ടകശനിയുടെയൊക്കെ ശനിയുടെയും അവസ്ഥകളൊക്കെ വരുമ്പോൾ നമ്മൾ ഊര് വിട്ടകലയോട്ടെന്ന് പറയും. സ്വന്തം നാട്ടിലിരിക്കുന്ന നമുക്ക് അത്രയ്ക്ക് ഗുണകരമായിട്ട് വരില്ല. പക്ഷെ ദൂരയാത്രകളൊക്കെ വളരെയധികം നമുക്ക് ഫലപ്രദമായിട്ട് വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും തീർച്ചയായിട്ടും ഒരു നല്ല ഒരു വർഷമായിരിക്കുമെന്ന് പ്രത്യേകിച്ച് കാണുന്നു. അതുപോലെ മെഡിസിൻ വിഭാഗങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് വ്യക്തികൾ, മരുന്ന് നിർമ്മാണം, വിപണനം മുതലായിട്ടുള്ള മേഖലകൾ, അത്തരം മേഖലകളിൽ പഠനങ്ങൾ ചെയ്യുന്നതായിട്ട് വ്യക്തികൾ, ഉപരിപഠനത്തിന് ശ്രമിക്കുന്നതായിട്ട് വ്യക്തികൾക്കൊക്കെ തീർച്ചയായിട്ടും ഒരു നല്ല ഉയർച്ച ഈ സമയത്ത് പറയുന്നുണ്ട്. കൺസ്ട്രക്ഷൻ മേഖലയിൽ ചെറിയൊരു മാറ്റങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കൊക്കെ ഒരു നല്ല സമയങ്ങളാണ്. ഒരു മൂവ്മെന്റ്സ് നമുക്ക് അവിടെ ഉണ്ടാവും. മെറ്റീരിയലൊക്കെ ലഭ്യത കുറവും പ്രത്യേകിച്ച് പെട്ടെന്നുള്ള വിലവർദ്ധനവൊക്കെ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും പക്ഷെ കാര്യം മാത്രം നമുക്ക് ഗുണകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റ് പ്രാദേശികമായിട്ട് ഫോഴ്സുകൾ, പോലീസ് ഫോഴ്സ് മുതലായിട്ടുള്ള മേഖലകൾ ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകൾ, ഈ ഫയർഫോഴ്സ് മുതലായിട്ടുള്ള മേഖലകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ വളരെയധികം അലർട്ടാവേണ്ടതായിട്ട് സാഹചര്യങ്ങളും ഒരുപാട് അവർക്കത് ബിസി ആവാനുള്ള സാധ്യതയും പ്രത്യേകിച്ച് പറയുന്നു. ടിമ്പർ ബിസിനസ് ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള മേഖലകളെ ശോഭിക്കാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് മുതലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങളും പ്രത്യേകിച്ച് കാണുന്നു. അതുപോലെ കപ്പലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മറൈൻ ആയിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുക, മർച്ചന്റ് നേവിയിലൊക്കെ വർക്ക് ചെയ്യുന്നതായിട്ട് വ്യക്തികൾക്ക് കൂടുതൽ അഭിവൃദ്ധി ഈ സമയത്ത് കാണുന്നു. സീ ഫുഡ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖല നന്നായി ശോഭിക്കാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിപണനമൊക്കെ നടത്തുന്നതായിട്ട് വ്യക്തികൾക്കും അവിടെയൊക്കെ വളരെയധികം നന്നായിട്ട് ഓയിൽ റിഫൈനറി മുതലായിട്ട് കാര്യങ്ങളൊക്കെ, അത് എഡിബിളായിട്ടുള്ള ഓയിലുകളാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പെട്രോളിയം മുതലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അവിടെയൊക്കെ നന്നായിട്ട് ശോഭിക്കാനുള്ള സാധ്യത പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ റിസർച്ച് വിങ്ങുകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒരു നല്ല അംഗീകാരങ്ങളൊക്കെ ലഭിക്കേണ്ട ഒരു വർഷമാണ്. അവിടെ പ്രത്യേകിച്ച് അഭിവൃദ്ധിയും തൊഴിലവസരങ്ങളും ധാരാളം ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അഗ്രികൾച്ചർ ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികൾക്ക് ഫാം ഹൗസ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വളരെയധികം വിജയിച്ചു വരും. പക്ഷെ അത്രയ്ക്കെങ്കിലും നമുക്ക് ഈ കൃഷി കാര്യങ്ങളിൽ കൂടുതൽ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വർഷമല്ല എന്ന് പ്രത്യേകിച്ച് കാണുന്നു. പക്ഷെ മറ്റ് കാര്യങ്ങൾ ഫാമൊക്കെ നടത്തുന്നവർക്കൊക്കെ ഇവിടെ നന്നായിരിക്കുമെന്നാണ്. പിന്നെ നെൽകൃഷി മറ്റതൊക്കെ നമ്മൾ ചെയ്യുമല്ലോ, വാഴ കൃഷി മുതലായിട്ട് കാര്യം, അങ്ങനെ കൃഷി ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരു വലിയ ലാഭം ഈ വർഷം നമുക്ക് പറയുന്നില്ല. മറ്റ് നാൽക്കാലി പരിപാലനം നമുക്ക് നടത്താം. മറ്റ് ഫാമൊക്കെ നടത്തുന്നവർക്ക് കുറച്ചുകൂടി നല്ല ഒരു ഇതായിട്ട് പറയുന്നുണ്ട്. ഈ തോട്ട വിളകളായിട്ടുള്ള ഏലം, കുരുമുളക് അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെയധികം ശോഭിക്കാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതിൽ വസ്ത്രവ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഒരു നല്ല തൊഴിലവസരങ്ങളും അതിലൊക്കെ വിജയം കൈവരിക്കാനും ലാഭകരമായിട്ട് വരാനും സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. സ്വർണത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, സ്വർണ്ണ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു നല്ല സമയമായിട്ടാണ് പ്രത്യേകിച്ച് കാണുന്നത്. ചില സമയത്ത് വളരെയധികം ഒരു ഡൗൺ ആയിട്ട് സ്ഥിതിവിശേഷം ഈ വർഷം കടന്നു പോകാൻ സാധ്യതയുണ്ട്. വിഷുഫലങ്ങളൊക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഒത്തിരി ശ്രദ്ധയും കരുതലും വേണം. സ്വർണത്തിന് അഭിവൃദ്ധിയും പറയുന്നുണ്ട്, പെട്ടെന്നുള്ള നാശങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. അത് വളരെയധികം കെയർഫുൾ എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇരുമ്പുരുക്ക് വ്യവസായങ്ങളൊക്കെ വളരെയധികം നന്നാവുക, സ്റ്റീൽ ഫാക്ടറിക്ക് വളരെ നന്നാവും എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അവിടെയും എക്സ്പോർട്ടിന് സാധ്യതകൾ ധാരാളം വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിലൊക്കെ ലാഭം നമുക്ക് കൊയ്യാനായിക്കൊണ്ട് സാധിക്കും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അതുപോലെ തന്നെ ആതുരാശ്രമങ്ങൾ, ആതുര സേവന കേന്ദ്രങ്ങൾ, ചാരിറ്റി മുതലായിട്ടുള്ള കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ ആശ്രമ കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് സന്യാസ മഠങ്ങളൊക്കെ ആയിട്ടുള്ള വ്യക്തികൾക്ക് കൂടുതൽ ജനങ്ങളുമായിട്ട് ഇന്ററാക്ഷനൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതകൾ, ഒരുപാട് സന്നദ്ധ പ്രവൃത്തികളൊക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങളും പല ശാസ്ത്ര ശാഖകളെയും പ്രചരിപ്പിക്കാനുള്ളതായിട്ടുള്ള സാധ്യതകളും അതിൻ്റെതായിട്ടുള്ള കാര്യനിർവഹണമൊക്കെ വർദ്ധിക്കുമെന്ന് പ്രത്യേകിച്ച് കാണുന്നു. അപ്പോൾ ഇത്തരം മേഖലകളൊക്കെയാണ് നമുക്ക് പ്രത്യേകിച്ച് ശോഭിക്കാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് നമുക്ക് ഈ വർഷം കാണുന്നത്. ഇവിടെയൊക്കെ നമുക്ക് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം നമുക്ക് പ്രാർത്ഥനകൾ വേണം. ഒരു സ്പിരിച്വലായിട്ട് നമുക്ക് കണക്റ്റഡ് ആവാൻ ശ്രമിക്കണം. എങ്കിലാണ് ഈ കാലത്ത് നമുക്ക് പ്രശ്നങ്ങൾ മറികടക്കാനെ കൊണ്ട് സാധിക്കുക, ഒരു ക്ലാരിറ്റി ഉണ്ടാവുക. അല്ലെങ്കിൽ ആ കൂടി കൺഫ്യൂസ് ആയിക്കൊണ്ട് ഒരു നീക്കുപോക്കുകളില്ലാതെ ഒരു മൂവ്മെന്റ്സ് ഇല്ലാതെ നിൽക്കുന്ന സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതുകൊണ്ട് കുറച്ച് നമ്മൾ പ്രാർത്ഥിക്കുക, വേണ്ട കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. കാലദോഷ പരിഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം. ശരിദോഷ പരിഹാരങ്ങൾ ചെയ്യണം, ചാരിറ്റികൾ ചെയ്യണം, ജപം അനുഷ്ഠാനം കാര്യങ്ങൾ ചെയ്യണം, നിത്യം യോഗ മെഡിറ്റേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ആരോഗ്യം പരിപാലിക്കേണ്ട ഒരു സമയം കൂട്ടാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളെ കൊണ്ട് നമുക്ക് കൂടുതൽ ബിസിനസ്സിലോ അല്ലെങ്കിൽ തൊഴിലിലോ ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റാത്ത ചില സ്ഥിതിവിശേഷങ്ങൾ കടന്നു പോകാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മീനം രാശിക്കാർക്ക് ഈ വർഷം കർമ്മപരമായിട്ട് കടന്നു പോകുന്നതായിട്ടുള്ള കാര്യങ്ങൾ. മറ്റു വിഷയങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് വൈകാതെ തന്നെ നമുക്ക് കാണാനെ കൊണ്ട് സാധിക്കും. അപ്പൊ ഈ അറിവുകൾ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അതാത് സമയത്ത് അപ്ലോഡ് ചെയ്ത വിശദാംശങ്ങൾ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ സഹായമാകും.
അതേപോലെ നമ്മളെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ സംശയങ്ങൾക്ക് വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാം. വിശദമായിട്ട് കാര്യങ്ങൾക്ക് നേരിൽ വരാനെങ്കിൽ നേരിൽ വരാം. അതുപോലെ ദൂരെയുള്ളവർക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താം. അപ്പോൾ അടുത്ത ഒരു നല്ല സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.